Hi. Today we are discussing eating disorders. Eating disorders വരുന്നതാണ് anorexia nervosa, പിന്നെ bulimia nervosa and binge eating. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് anorexia nervosa പഠിക്കാം. anorexia nervosa എന്ന് പറയുന്നത് നമുക്ക് ഓവറായിട്ടുള്ളൊരു പേടി വരിക, ഇൻറ്റൻസ് ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. അപ്പം ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്നൊരു ബോഡി ഇമേജിൽ നമുക്ക് പേടി വരുന്നവയാണ് അധികവും ഈ കണ്ടീഷനിൽ വരുന്നത്. ഈ പേഷ്യൻസ് അധികവും കലോറി അടങ്ങിയ ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യും, അധികവും ഫുഡ് കഴിക്കാതിരിക്കും. ഇവരുടെ BMI എന്ന് പറയുന്നത് ലെസ് ദാൻ 18.5 ആയിരിക്കും, അണ്ടർ വെയ്റ്റ് ആയിരിക്കും പേഷ്യൻസ്. ഇവർ ഈ ഫുഡ് കഴിക്കാതെ വരുമ്പോൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരും, ദാറ്റ് റിസൾട്ടിങ് ഫ്രം ദ കാർഡിയക് കൊളാപ്സ്. പിന്നെ എന്ന് പറയുന്നത് ഈ ബുളിമിക് ബിഹേവിയേഴ്സും അനോറെക്സിക് ബിഹേവിയേഴ്സും ഇവർ ഒരേപോലെ ആയിരിക്കും. ലാക്സേറ്റീവ്സ് കഴിക്കും ആൻഡ് ഈറ്റിംഗ് ഡിസോർഡേഴ്സിനെ വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യും. കഴിച്ച ഫുഡ് വോമിറ്റ്, അങ്ങനെയാണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരുന്നത്. മാസീവായിട്ട് എക്സസൈസ് വരും. ഫോർ എക്സാമ്പിൾ ഈ സെലിബ്രിറ്റീസിനാണ് ഈ കണ്ടീഷൻസ് അധികം കണ്ടുവരുന്നത്. The next one is the bulimia nervosa. Bulimia nervosa എന്ന് പറയുന്നത് റിക്കറൻറ്റ് എപ്പിസോഡ്സ് ഓഫ് അൺകൺട്രോൾഡ് ബിഞ്ചിങ് എന്ന് വെച്ചാൽ അവർ അധികമായിട്ട് ഫുഡ് വാരി വലിച്ച് കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇൻഅപ്രോപ്രിയേറ്റ് കോമ്പൻസേറ്ററി ബിഹേവിയേഴ്സ്, വോമിറ്റിംഗ്, ലാക്സേറ്റീവ്സ് ലൈക്ക് അത് തന്നെ ഡയററ്റിക്സ് ഒക്കെ തന്നെ എക്സസൈസ് ചെയ്യും, ഡയററ്റിക്സ് ഒക്കെ എടുക്കുകയും ചെയ്യും. അങ്ങനെ കഴിച്ച ഫുഡ് അവർ എത്രത്തോളം കഴിച്ചു അത്രത്തോളം അത് കളയാൻ ശ്രമിക്കും. Then excessive concern about the body weight and shape. ബോഡി വെയ്റ്റും ഷേപ്പും അവർ കൺസേൺ ആയിരിക്കും. അവർ കഴിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ എന്നാ പറയുക, വോമിറ്റ് ചെയ്യുകയും ചെയ്യും. അവരുടെ BMI ഏകദേശം നോർമൽ റേഞ്ചും ഒരു ലോ BMI ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദി ബിഞ്ച് ഈറ്റിംഗ്. ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയുന്നത് എക്സസീവായിട്ട് ഫുഡ് നന്നായിട്ട് കഴിക്കുക. അവരുടെ BMI എന്ന് പറയുന്നത് 30 എന്ന് പറയുന്നത് ഓവർ വെയ്റ്റ് ആയിരിക്കും. The binge episode, the guilt, depression and embarrassment and disconnect. അവർക്ക് ഡിപ്രഷൻ വരും. അവരുടെ അധികവും ഇങ്ങനത്തെ കോമ്പൻസേറ്ററി മെക്കാനിസംസ് ബിഹേവിയേഴ്സ് ഉണ്ടാവില്ല. ഫാസ്റ്റിംഗ് ഉണ്ടാവും, പർജിങ് ആൻഡ് എക്സസീവ് എക്സസൈസ്. താങ്ക് യു.